അപ്പോൾ ഫേസിൽ ഹെയർ ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ആദ്യം ത്രെഡ് ചെയ്യായിരുന്നു. ത്രെഡ് ചെയ്യുന്നതനുസരിച്ച് ഫേസിൽ പിമ്പിൾസ് വരും. അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വാക്സ് ചെയ്യുന്നതനുസരിച്ച് ഫേസിൽ നല്ല റെഡിഷ് കളറാവും, ഇറിറ്റേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് റേസേഴ്സാണ്. ഇത് യൂസ് ചെയ്യുന്ന ദിവസം ഫേസ് എല്ലാ ദിവസവും മസാജ് ചെയ്യാറുണ്ട്. കുറച്ച് കൂടുതൽ ഫേസ് മസാജ് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യും. ഹെയർ ഗ്രോത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒരു പാക്ക്, പാലും കൂടി ചേർത്ത് ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് ആ ഒരു പാക്ക് ഫേസിൽ ഒരു 10 മിനിറ്റ്സ് ഇട്ടേക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്ത് കുറച്ചൊന്ന് സ്റ്റോപ്പാണ്. ഇത് ഒരു ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഞാൻ ചെയ്യാറുണ്ട്. 10 മിനിറ്റ് ആയാലും മതി. കാരണം എന്താ, ആ ഒരു ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ആവാനും നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നതനുസരിച്ച് ഫേസ് സോഫ്റ്റ് അല്ലേ, അതിനായിട്ടൊരു പാക്ക് ജസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഏത് പാക്ക് എങ്ങനെ യൂസ് ചെയ്താലും ഉപയോഗിച്ചതിന് ശേഷം ഫേസിൽ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ റേസേഴ്സ് വെച്ചിട്ട് നമ്മുടെ ത്രെഡിങ് ഉണ്ടല്ലോ അതും ചെയ്യാം, നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാനും പറ്റും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഈ ബ്ലൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. നോർമൽ ബ്ലൈഡ് ഉണ്ടല്ലോ ജെൻസ്, അതൊന്നും യൂസ് ചെയ്യരുത്. ഇതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി.